നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാക്കോബായ സഭനിരണം മുൻ ഭദ്രാസനാധിപൻ മാർ ഗീവർഗീസ് കൂർലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ തുറന്നടിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത്. അവരുടെ പാർട്ടിക്കാർ തന്നെയാണെന്നും അത് അവർ തന്നെ തീർത്തോളുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അത് മുഖ്യമന്ത്രിയുടെ നാവാണ്, അത് മുഖ്യമന്ത്രിയുടെ ചിന്തയാണെന്നുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു പ്രതികരണം. പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാവുമെന്നായിരുന്നു യാക്കോബായ സഭനിരണം മുൻ ഭദ്രാസനാധിപൻ മാർ ഗീവർഗീസ് കൂർലോസിനെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനത്തിൽ സംസാരിക്കവെയായിരുന്നു ഇത്തരത്തിൽ പരാമർശം. ഇനിയും ഒരു പ്രളയം ഉണ്ടാകട്ടെ എന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത്. പ്രളയമാണ് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിയത് എന്നാണ് ഒരു പുരോഹിതൻ പറയുന്നത്. പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകും എന്നാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്നായിരുന്നു ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ സുരേഷ് ഗോപി കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു. കോഴിക്കോട് തളി ക്ഷേത്രം, കണ്ണൂർ മാടായിക്കാവ്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സുരേഷ് ഗോപി ദർശനം നടത്തി. ഇ.കെ. നായനാരുടെ ഭാര്യ ശാരദയെ സന്ദർശിച്ചു. ഇതിനുശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തിയ ശേഷം തൃശൂരിലേക്ക് മടങ്ങും. നേരത്തെയും കണ്ണൂരിലെത്തിയപ്പോൾ കല്യാശ്ശേരിയിൽ നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന അടിക്കുറിപ്പോടെയായിരുന്നു അന്ന് അദ്ദേഹം ചിത്രം പങ്കുവച്ചത്. കണ്ണൂർ സന്ദർശനത്തിന് പിന്നാലെ സുരേഷ് ഗോപി സ്വന്തം മണ്ഡലമായ തൃശൂരിലെത്തും. കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായി കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തത്. ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തിലെത്തിയ സുരേഷ് ഗോപിയെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി സ്വീകരിച്ചു. തുടർന്ന് ഓഫീസിലെത്തിയാണ് സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തത്. പെട്രോളിയത്തിനു പുറമെ പ്രകൃതിവാതകം, ടൂറിസം എന്നീ വകുപ്പുകളിലും സഹമന്ത്രി പദവി അദ്ദേഹം വഹിക്കും. ഭാരിച്ച ഉത്തരവാദിത്തമാണ് തനിക്ക് ലഭിച്ചതെന്നും തന്നെ ജയിപ്പിച്ചു വിട്ട തൃശൂരുകാരോട് നന്ദി പറയുന്നതായും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോളിയം രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസനത്തിനായി തന്റേതായ സംഭാവന നൽകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം വിഷയം പഠിച്ച ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. കൊല്ലം തീരത്ത് എണ്ണ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എണ്ണ ഖനന സാധ്യത പരിശോധിക്കുമെന്നും തന്റെ ജന്മസ്ഥലമാണ് കൊല്ലമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി.